എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രൈസ് നല്ല ബുള്ളിഷായിരുന്നു. ഈ മാസം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബുള്ളിഷിലേക്കുള്ള ഒരു വീക്കാണ് നമുക്ക് ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീക്കിലേക്ക് നോക്കാം. വീക്ക് ഒരു ബുള്ളിഷാണ്, പക്ഷേ നമ്മുടെ സൈഡ് വേ ട്രെൻഡ് മാറിയോ? ഇല്ല അല്ലേ. കഴിഞ്ഞ ഏപ്രിൽ മാസം തുടങ്ങിയത്, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് 4 മാസമായിട്ട് പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്, ഒരു ലൂപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ലോങ് ടൈം ബൈയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു, ഇൻറ്റേർണലൊക്കെ നോക്കി. പക്ഷേ മിക്ക ദിവസവും നമുക്കൊരു ഇൻറ്റേർണലൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ സെല്ലും ബൈയൊക്കെയാണ് നമുക്ക് കിട്ടിപ്പോകുന്നത്. നമുക്ക് ഡേയിലേക്ക് വരെ എന്താണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് പ്രൈസ് മൂവ് ചെയ്ത്, ഈ 5 ദിവസമായിട്ട് പ്രൈസ് മൂവ് ചെയ്ത മൂവ്മെൻറ്റ്സാണ് ഈ കാണുന്നത്. 1 2 3 4 5 അല്ലേ. 5 days ആയിട്ട് പ്രൈസ് മൂവ് ചെയ്തു. പക്ഷേ പ്രൈസ് ബുള്ളിഷിൽ തന്നെ നിൽക്കുന്നത്. പല ആൾക്കാരും ചിന്തിക്കുന്നത് ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, പ്രൈസ് എക്സ്ട്രീം പ്രീമിയത്തിൽ തന്നെ നിൽക്കുന്നത് നല്ല ബുള്ളിഷാണ്. പക്ഷേ പ്രൈസ് ബിയറിഷിലേക്കും വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സൈഡ് വേ ട്രെൻഡ് വരുമ്പോഴത്തേക്കും പ്രൈസ് കൂടുതൽ ബൈ സൈഡ് മൂവ് ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. നമുക്കും വേണ്ടത് ലിക്വിഡിറ്റി തന്നെയാണ്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ ലിക്വിഡിറ്റി വേണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൂപ്പിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും എന്ത് ചെയ്യുള്ളൂ? ബൈയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ട്രേഡേഴ്സ്, ഹെഡ്ജ് ഫണ്ട് കമ്പനികൾ, അങ്ങനെ പല ആളുകൾ, ഇവരെല്ലാവരും റീറ്റെയിൽ ട്രേഡേഴ്സ് അടക്കം അവരെല്ലാവരും കൂടുതൽ 70% ആൾക്കാരും ബൈ സൈഡ് എൻട്രികളാണ് എടുക്കുന്നത്. സെൽ സൈഡ് പോയാലും നമുക്ക് കാശ് കിട്ടും, പക്ഷേ അവരെല്ലാവരും ബൈ സൈഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻട്രിയിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ബുള്ളിഷ് സ്ട്രക്ചർ തന്നെ ചെയ്യണം. ബുള്ളിഷ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് പേര് എൻട്രിയിലേക്ക് കയറും. ആ ബുള്ളിഷ് പാറ്റേണൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാവും ഇത്രയും ദിവസം കൊണ്ട് ഒരു ബുള്ളിഷിലേക്ക് വന്നത് ടപ്പെന്നും പറഞ്ഞ് എടുത്തു. ഇതിങ്ങനെ പ്രൈസ് എടുത്തുകൊണ്ടിരിക്കുക, എടുത്തുകൊണ്ടിരിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സ്ട്രക്ചർ പാറ്റേൺ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആവർത്തിക്കുമ്പോൾ എപ്പോഴാണ് ഒരു ബൈയിങ് പ്രഷർ വരാതിരിക്കുന്നത്? പലവട്ടം ഈ ഒരു പാറ്റേൺ ആവർത്തിച്ച് നോക്കി, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ വലിയ രീതിയിൽ ലിക്വിഡിറ്റി കിട്ടുന്നില്ല. ആ സമയത്തായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഈ രീതിയിൽ താഴേക്ക് പോകുന്നത്. എവിടെ എത്തി പ്രൈസ്? ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ, ചിലപ്പോൾ ഒരു 3-4-5 ദിവസം കൊണ്ടോ, ചിലപ്പോൾ 1-2 ആഴ്ച കൊണ്ടോ സംഭവിക്കാം. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അല്ല, എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ പരമായിട്ടോ ന്യൂസ് പരമായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൈസ് കയറിപ്പോകാനും സാധ്യതയുണ്ട്. കയറിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ലൂപ്പിൽ തന്നെ വലിയ രീതിയിൽ കയറാനുള്ള സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡ് വേ ട്രെൻഡ് നമ്മൾ നല്ല രീതിയിൽ പുറകിലേക്കൊക്കെ പോയി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വർഷം 3 വർഷമായിട്ടൊരു സൈഡ് വേ ട്രെൻഡ് ഉണ്ടായ സമയങ്ങളുണ്ട്. അതേപോലെ ചിലപ്പോൾ നീണ്ടുപോകാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം നെക്സ്റ്റ് ഇയർ ഒരു പകുതിയോടെയൊക്കെ ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ട വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടാണ്. ആ റീസൺസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ 4 ഹവറിലേക്ക് നോക്കാം. നമുക്ക് 4 ഹവറിലെ ഒരു OBയുടെ തൊട്ടടുത്താണ് പ്രൈസ് നിൽക്കുന്നത്. ഈ ഒരു OB എന്തായാലും ഫെയിൽ ആയതുകൊണ്ട് തന്നെ, ഐഡിയവും ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഈ OB എന്തായാലും നല്ല ശക്തമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. എന്നാൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള POI ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിനേക്കാളും ഗംഭീര സ്ട്രക്ചർ ഇങ്ങോട്ടുണ്ട്, എന്നാൽ ഇതുമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള സ്ട്രക്ചറും ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ 2 സ്ട്രക്ചറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ OB എന്തായാലും റിയാക്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയുണ്ട്. അപ്പോൾ ഇതെന്തായാലും റിയാക്ട് ചെയ്തതല്ലേ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിലെ 2 POIകൾ ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഇത് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനാണ് ഇവിടെ കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോങ് ടൈം സെല്ല് നോക്കാവുന്നതാണ്. 4 ഹവറിലത്തെ ലോ തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ട്രേഡ് ഇടുക, മൾട്ടിപ്പിൾ ടാർഗറ്റ് വെച്ച് നല്ല പ്രോഫിറ്റ് എടുക്കാൻ നോക്കി. ഇതേപോലത്തെ സൈഡ് വേ ട്രെൻഡുകളിൽ ഇങ്ങനെ കിട്ടുന്ന ട്രേഡ്സുകൾ നല്ല രീതിയിൽ എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡ്സിലൊന്നും പോകേണ്ട, കുറച്ച് ട്രേഡ്സിൽ പോയി നല്ല കാശ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ എടുത്ത ട്രേഡ്സ് സെല്ലെടുത്തു, ബൈ എടുത്തു, വീണ്ടും എഗെയിൻ ബൈ എടുത്തു, സെല്ലെടുത്തു, ഇത്രയൊക്കെ നടന്നുള്ളൂ. നമുക്ക് 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 ഹവറിൻ്റെ ഇൻറ്റേർണലിൽ വേറെ ഒന്നും ഇവിടേക്കാണ് ആകെ ചെറിയ എൻട്രികളിലാണ്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ ഈ 5 ദിവസം കൊണ്ട് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് ഒരു സെല്ല് നോക്കിയത്. പക്ഷേ നമ്മൾ ആ സെക്ഷൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇതിൽ കൂടുതൽ വരാൻ പോകുന്നില്ല. നമ്മളിവിടെ നിന്ന് ഈ ബൈ എടുക്കാൻ നോക്കിയെന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബൈ എടുക്കാൻ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഈ ബൈ
ഇത് നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എന്നാലും ചെറിയൊരു സെല്ലാണെങ്കിൽ ആ ദിവസം നമുക്കൊരു പ്രോഫിറ്റ് വേണ്ട. ഇപ്പം ഞാനും എടുത്തതാണ്, ആ ദിവസം എനിക്ക് എന്തായാലും പ്രോഫിറ്റ് വേണം. അപ്പോൾ നമുക്ക് ആ ദിവസം നമ്മളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വേറെ ബയ്യും സെല്ലൊന്നും നമുക്ക് കിട്ടിയില്ല. ഞാൻ വേറെ ഒന്നും നോക്കിയെന്നില്ല. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു സെല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല സെല്ല് കിട്ടി. പല ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയിൽ കയറാമായിരുന്നു. പല സമയത്ത് ഈ പൊസിഷനിൽ പ്രൈസ് വന്നു. ചെറിയ സ്കാൽപ്പിംഗ് ആയിട്ട് പ്രീവിയസ് ലോയും അതൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ടാർഗറ്റുകളായിട്ടൊക്കെ ഞാൻ ഒരിക്കലും പറഞ്ഞതാണ് ഈ ലോ തന്നെ ടാർഗറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഈ ലോ എടുക്കില്ല, ഈക്വൽ വരാം, അതിൻ്റെ മേലിൽ വരാം, അതൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് പോകാം. നമ്മൾ എൻട്രി കയറിയത് ഏകദേശം ഒരു 78 റേഞ്ചിലാണ്. പ്രൈസ് ഏകദേശം 65 വരെ വന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് അല്ലേ. ഒരു $10 മേലൊരു മൂവ്മെൻറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ചു, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത് വെച്ചു, ബ്രേക്ക് ചെയ്യുമ്പോൾ വെച്ചില്ല. എന്താ വെച്ചാൽ പ്രൈസ് പലവട്ടം വന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ വെച്ചില്ല, നേരെ കിടന്നുറങ്ങി മോർണിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് വളരെ സിമ്പിൾ എൻട്രി ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഐഡിയമില്ലാതെ എക്സ്ട്രീം ഹോബി നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുമ്പോൾ തന്നെ കിട്ടുമെന്ന്. ആ ഒരു പൊസിഷനിൽ പ്രൈസ് വന്നു. ഇതൊക്കെ പ്രൈസ് ഇതിൽ കിട്ടിയ ആൾക്കാരൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹൈ ഒക്കെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടാണ് വന്ന് ഇത് അടിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലത്തെ. അപ്പോൾ നമുക്ക് നല്ല ട്രേഡുകൾ പൊസിഷൻ കിട്ടി. നെക്സ്റ്റ് മോർണിംഗ് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തപ്പോൾ തന്നെ ഇട്ടതാണ്. ഈ ട്രേഡ് എടുത്ത ആൾക്കാർക്കും വീണ്ടും ഞാൻ ഈ ട്രേഡ് എടുക്കുമ്പോൾ ഓൾറെഡി പ്രൈസ് ഇവിടെ നിൽക്കുകയായിരുന്നു. അതിന് ശേഷം വീണ്ടും പ്രൈസ് ആ പൊസിഷനിൽ വന്നു. പല ആൾക്കാർ ഈ ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റൊക്കെ എടുത്തു. ഫണ്ടഡ് അക്കൗണ്ടിലൊക്കെ കുറച്ച് പോസിറ്റീവൊക്കെ കിട്ടിയെന്നും പറഞ്ഞ് ബിഗിനേഴ്സൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫസ്റ്റ് ടാർഗറ്റും ഇതൊക്കെ കിട്ടി. അതിന് ശേഷം നമ്മൾ മെയിൻ ടാർഗറ്റ് വെച്ചിരുന്നതാണ്. നമുക്കറിയാം ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇത് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വേ ട്രെൻഡിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ലോയും എടുത്തിട്ട് പ്രൈസ് മൂവ് ചെയ്യും. കറക്റ്റ് ന്യൂസ് സമയത്തും അത് എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളത്. നമുക്ക് ഒരു ഹൈ പ്രയോറിറ്റി ട്രേഡ് എന്ന് പറഞ്ഞാൽ 4 hourൻ്റെയാണ്. ബാക്കിയെല്ലാം ഞാൻ ഈ കാണിച്ചതെന്ന് ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ്സുകൾ പരമാവധി എടുക്കാൻ നോക്കുക. നിങ്ങൾ ബൈയും സെല്ലൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രീവിയസ് ലോ വരെയൊക്കെ വെക്കുമ്പോഴത്തേക്കും പ്രീവിയസ് ലോ എടുക്കാതെ പോകാം ഇതേപോലെ, അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഹൈ എടുക്കാതെ പോയി പ്രൈസ് എടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്, പക്ഷേ എടുക്കാതെ പോകുന്നതന്നെ പല ആൾക്കാർ ഈ ഒരു മൂവ്മെൻറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ബ്രേക്കോ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രേക്കിന് അടിച്ചിട്ട് പോകും, വെറുതെ നോക്കിയിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുക, ഫെയർ വാല്യൂ ഗ്യാപ്പും പരമാവധി ചെറിയ ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. കറൻസിയിൽ എന്താണ് സംഭവിച്ചേക്കണേന്ന് നോക്കാം. നമ്മുടെ കോഴ്സിൻ്റെ 2 സീറ്റും കൂടി അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം നമ്മളുമായിട്ട് മെസ്സേജ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ കോഴ്സാണ്, പഠിക്കാൻ ഇച്ചിരി പാടൊക്കെയാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് എൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾ പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ. അതേപോലെയാണ് നമ്മൾ കാര്യങ്ങൾ, നമുക്ക് ഇന്നേ വരെ ഒരു പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നടന്നിട്ടില്ല. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ, അത് നിങ്ങൾ പാർട്ട് ടൈം ആയിക്കോട്ടെ, ഫുൾ ടൈം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എത്ര തിരക്കിലായിക്കോട്ടെ, പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നൊരു വ്യക്തിയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. ഓൾറെഡി മന്ത് നമ്മൾ കണ്ടു, പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ വീക്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പ്രൈസ് നമ്മൾ ഈ ലോയുടെ ലിക്വിഡിറ്റിയും കൂടി എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ എടുക്കാൻ, അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു OBയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു വിക്ക് OBയിൽ നിന്ന് പ്രൈസ് കയറിപ്പോകാന്ന് പറഞ്ഞാൽ നല്ല റിയാക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാരും എനിക്ക് നമ്മുടെ കോഴ്സ് എടുക്കാത്ത പല ആൾക്കാർ പോലും നമുക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തതാണ് ആ ഒരു പൊസിഷനിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറാം, അല്ലെങ്കിൽ മാറരുതെന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് ഈ ഒരു OB വരെയെങ്കിലും കുറച്ച് റണ്ണ് ചെയ്യിക്കണം. ഈ ഒരു OB വരെ റൺ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു സെല്ലും കിട്ടാവുന്നതാണ്. നല്ലൊരു സെല്ല് ഈ OB ഫെയിലായില്ലെങ്കിൽ എന്തായാലും റിയാക്ട് ചെയ്യും. ചിലപ്പോൾ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതൊരു ഹൈ പ്രയോറിറ്റി സെല്ലാണ്. നമുക്ക് 4 hour നോക്കണമെങ്കിൽ പ്രൈസ് ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഡോണ്ട് വറി, അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആ സെല്ല് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് സെല്ല് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ 4 hour IDM ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കയറാനായിട്ട് നോക്കണ്ട. അല്ലെങ്കിൽ ഈ OB നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടും, ഇവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ ഈ ലിക്വിഡിറ്റിയൊക്കെ പ്രൈസ് എന്തായാലും എടുക്കും. ചിലപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ വളരെ കാര്യമായിട്ടുണ്ടാകില്ല, അതിന് ശേഷമായിരിക്കും പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ പല സെല്ല് നോക്കുക. അതേപോലെ സെല്ല് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൈസ് 4 hour 1 hourലൊക്കെ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ലോവർ ടൈം ഫ്രെയിമിലെ POE ഒക്കെ റിയാക്ട് ചെയ്യും. അതിൻ്റെ പ്രീവിയസ്
ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ യൂറോ ഹിസ്റ്ററിയിലേക്ക് വരാം. കറൻസികളെല്ലാം തന്നെ ഈ മാസം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ വീക്ക് ഒരു ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് നമ്മളുടെ ഗോൾഡിലും ഉണ്ട്. വലിയ ബുള്ളിഷ് ഗോൾഡിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇതേപോലത്തെ ഒന്നും കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീക്ക് നോക്കുമ്പോഴും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൈസ് ഡേയുടെ ഐഡിയം എടുത്തിട്ടുള്ള റിയാക്ഷനിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിയുമ്പോൾ 4 ഹവറിൻ്റെ ഈ ഒരു സെല്ല് നല്ലൊരു ഹൈ പ്രയോറിറ്റി സെല്ലാണ്. ധൈര്യമായിട്ട് ഇവിടെ കിട്ടുകയാണ്. ഇങ്ങോട്ട് ഒരുപാട് ഇറങ്ങി ഈ ലോയൊക്കെ പോയി ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സെൽ അത്ര ഇതായെന്ന് പറയില്ല. ഇവിടെ തന്നെ നിന്നിട്ട് കയറി വരുന്ന ഹിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ പാറ്റേണിൽ പിടിക്കാൻ നോക്കുക. നിങ്ങൾ എടുക്കുന്ന റിയാക്ട് ചെയ്യുന്ന പാറ്റേൺസും സ്ട്രക്ചറൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ജേണലിൽ ആഡ് ചെയ്യുക. ഇതൊരു ഹൈ പ്രയോറിറ്റി സെറ്റപ്പാണ്. ഇപ്പോൾ അതേ പാറ്റേൺ വരുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈ പ്രയോറിറ്റി സെറ്റപ്പുകൾ കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഇച്ചിരി കൂടി എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് POE ആണ്, ഏത് എൻട്രി സെറ്റപ്പാണ്, ഏത് സ്ട്രക്ചറാണ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇച്ചിരി കൂടി റിസ്ക് ഒക്കെ വെച്ച് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമുക്ക് 1 ഹവറിൽ നോക്കണമെങ്കിൽ 1 ഹവറിൽ പ്രൈസ് ബിയർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ഓൾറെഡി നമ്മുടെ ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് സെല്ലെടുക്കാനൊക്കെ നോക്കുക. എനിക്ക് ഇത്രമേ പറയാനുള്ളത്. ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് ഡേയുടെ ഒരു POയിൽ എത്താറായി നിൽക്കുന്നതാണ്. അവിടെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുന്നുണ്ട്. നമുക്ക് ഓൾറെഡി മന്ത് കഴിഞ്ഞ കറൻസികൾ പോലെ തന്നെ ബുള്ളിഷാണ്, വീക്കും ബുള്ളിഷാണ്. നമുക്ക് ഡേയുടെ ഈ ഒരു POയിൽ പ്രൈസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലോങ് ടൈം സെല്ല് നോക്കാവുന്നതാണ്. പ്രൈസ് കുറച്ച് നാളായിട്ടൊരു ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണേണ്. ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ക്യാൻഡിൽസ് ഈ ലിക്വിഡിറ്റി എല്ലാം പ്രൈസ് എടുത്തിട്ടായിരിക്കും പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് 4 ഹവറിൻ്റെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ 4 ഹവറിൻ്റെ POയും ഉണ്ട്. ഇത് റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും വന്ന് ഇത് റിയാക്ട് ചെയ്ത് വീണ്ടും വന്ന് ഇങ്ങനെ ചിലപ്പോൾ 2 or 3 വട്ടം ഹൈ എടുത്തായിട്ട് 4 ഹവറിൽ വന്ന് അവിടെ നിന്ന് പ്രൈസ് കയറി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓൾറെഡി ആ ഡേയുടെ സ്ട്രക്ചർ നോക്കണമെങ്കിൽ ഒരുവിധം ബുള്ളിഷിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എടുക്കുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ സെല്ലിലേക്ക് കയറുമ്പോൾ 4-5 തവണ ട്രാപ്പ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, 2-3 തവണ ട്രാപ്പ് വരുമ്പോൾ 4-മത്തെയോ 3-മത്തെയോ നമ്മൾ കയറിയില്ല, അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങിപ്പോവും, മിസ്സാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുക, കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ വെക്കുക. ഓരോ എൻട്രിയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു എൻട്രി എടുത്തിട്ട് അത് ലോങ് ടൈം വെക്കുക, അത് ബ്രേക്ക് ചെയ്യുകയും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. അടുത്ത എൻട്രിയും വെച്ചിട്ട് അതിനേക്കാൾ ലോങ് ടൈം വെക്കുക, സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യുക. വീണ്ടും അടുത്ത നിങ്ങൾ നഷ്ടപ്പെടുന്നതും കൂടി അടുത്ത ട്രേഡിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ത് നമ്മൾ എടുക്കേണ്ട പല ടാർഗറ്റുകളും പ്രൈസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് ബ്രേക്ക് ഈവനും സ്റ്റോപ്പ് ലോസും ആ നഷ്ടങ്ങൾ മാത്രമാണ്. നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ട്രേഡിൽ നോക്കേണ്ടത്. അല്ലാതെ ആ നഷ്ടം കൂടി ഉണ്ടാക്കാനല്ല നോക്കേണ്ടത്. അടുത്ത ട്രേഡിൽ കഴിഞ്ഞ ട്രേഡിലുണ്ടായ തെറ്റുകൾ വരാതെ ആ കഴിഞ്ഞ ട്രേഡുകളിൽ നിന്ന് പഠിച്ച അറിവുകൾ അവിടെ യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 ഹവറിൻ്റെ ഒരു POയിലാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയേക്കുന്നത്. പ്രൈസ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. വീണ്ടും ചിലപ്പോൾ മൺഡേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലോയൊക്കെ ഒന്ന് എടുത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും കയറിപ്പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആ ബൈയൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.